നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതുവർഷ ഫലമാണ്. 2025 എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ ആഗ്രഹങ്ങളും ആശകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണല്ലേ. ഓരോ വർഷങ്ങളും ഇനി വരുന്ന വർഷങ്ങൾ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി നമുക്കൊരു നല്ല സമയം ഉണ്ടാകുമോ എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് ഈ പുതുവർഷം എന്ന് പറയുന്നത്. ആ ഒരു വർഷക്കാലം കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവായി അടുത്ത വർഷം നന്നായിട്ട് പോണേ ജഗദീശ്വര എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പുതുവർഷ ഫലം ആരംഭിക്കാം. എന്താണെങ്കിലും 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ 15 നാഴികയും ചേർന്ന മേടക്കൂറാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴവർക്ക് 2ാം ഭാവത്തിലൊക്കെ വ്യാഴമാണ് സഞ്ചരിക്കുന്നത്, അതുപോലെ 12ാം ഭാവത്തിൽ രാഹു ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതിയാണ്. 11ാം ഭാവത്തിൽ പിന്നെ ശനിയാണ്. ഇങ്ങനെയൊക്കെ പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് താമസിക്കും എങ്കിലും നിവൃത്തിയിലെത്താറുണ്ട്. അവർ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവർക്ക്. പക്ഷേ എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ചെടുക്കും നമ്മളല്ലേ. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മൾ അതിജീവിക്കും. എന്ത് പ്രശ്നം വന്നാലും നമ്മളൊക്കെ അത് നേരിടാനുള്ളൊരു മനസ്സാന്നിധ്യം ഈശ്വരൻ തരും. അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ധൈര്യം എപ്പോഴും നമുക്കുണ്ട്. അത് എന്നെക്കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിനൊരു ധൈര്യം എപ്പോഴും നൽകുന്നുണ്ട്, അങ്ങനെ ഒരു ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. ഈ ഒരു കഴിഞ്ഞ 2024 ഫലമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. 2025 ജനുവരി തുടക്കത്തോടു കൂടി ഈ നക്ഷത്രത്തിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ 15 നാഴികയിലും ചേർന്ന മേടക്കൂറുകാർക്ക് പൊതുവിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. അതായത് അവരുടെ സന്താനങ്ങളെ കൊണ്ടുള്ള പലവിധ മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ, സന്താനങ്ങൾക്ക് വിദേശയോഗം, അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള പഠനങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാർച്ച് അവസാനം വരെ ഈ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സത്സന്താന ലബ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല പുണ്യ സ്ഥലങ്ങൾ, ദേവാലയങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഇടയുണ്ടാവും. നല്ല സൗഹൃദങ്ങൾ മുഖേന നമുക്ക് ജീവിതത്തിൽ കുറച്ച് ഗുണാനുഭവങ്ങൾ ലഭിക്കും. എന്നാൽ ചെറിയ ചെറിയ മാനസിക ടെൻഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ അസുഖങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അതൊക്കെ അസുഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക കിട്ടാക്കടങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ബിസിനസ്സിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ, വലിയ നേട്ടങ്ങളില്ലെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയാണ് മാർച്ച് വരെ. അപ്പോൾ മാർച്ച് വരെ ഈ ഒരു 2025 തുടങ്ങി പൊതുവിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർച്ച് വരെയുള്ള കാലങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന പൈസ വളരെയധികം നന്നായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് അനാമത്ത് ചിലവുകൾ വളരെയധികം ഉണ്ടായെങ്കിൽ പോലും അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. ഈ പൈസയൊക്കെ നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ആ പുതുവർഷത്തിൽ ആദ്യകാലങ്ങളിൽ കിട്ടുന്ന സമ്പാദ്യമൊക്കെ തന്നെ ശേഖരിച്ച് വയ്ക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടക്കൈ ആയതുപോലെ നമ്മൾ പൈസ വെറുതെ ചിലവഴിച്ച് കളയാതിരിക്കുക. കിട്ടുന്നതിൽ ഒരംശം നമ്മൾ സേവ് ചെയ്ത് വയ്ക്കണം. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ പുറകെ പറയാം.
അപ്പോൾ ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കും. വിദേശത്തൊക്കെ പോയി നല്ല നല്ല ജോലികൾ ലഭിക്കുന്നതായിട്ടൊരവസ്ഥയുണ്ടാകും. അതിലെ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ സന്ദർശിച്ചാണെങ്കിലും സ്ഥിരമായിട്ടുള്ള ജോലികളൊക്കെ ലഭിക്കാനായിട്ടുള്ള അവസ്ഥ 2025 നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം പൊതുവിൽ 2025 തുടക്കം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒക്കെ തന്നെ വളരെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഗുണാനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് കുറച്ച് ബ്രേക്കുകൾ ഉണ്ടാവുമെങ്കിലും കാര്യങ്ങൾ നിവർത്തിയിലെത്തും. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതുഫലമായിട്ട് മാത്രം വിലയിരുത്തുക. പൊതുഫലമെന്ന് പറഞ്ഞാൽ ഒരു വ്യാഴമാറ്റമോ ഒരു ശനിമാറ്റമോ ഒരു രാഹുകേതുക്കളുടെ മാറ്റമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ ജാതകത്തെ കൂടി ബന്ധിച്ചാണ്. ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഇപ്പോൾ നടക്കുന്ന ദശാകാലം, ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി, യോഗം, മറ്റ് ശുഭഗ്രഹങ്ങളുടെ യോഗം, ഇതൊക്കെ ബന്ധിച്ചാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ജ്യോതിഷന്മാരും പറയുന്നത് ഒരു പൊതുഫലമായിട്ട് മാത്രം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാർച്ചിന് ശേഷം നിങ്ങൾ കുറച്ച് ദുരിതങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ, മാർച്ചിന് മുന്നേ അല്ല, നിങ്ങൾ തുടങ്ങുമ്പം തന്നെ നിങ്ങൾ കണ്ടിരിക്കുക, നല്ലൊരു ജ്യോതിഷനെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലത്ത് കുറച്ച് ദുരിതങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതിനൊരു പ്രിക്കോഷൻസാണ് വേണ്ടത്. അതായത് മുൻകരുതൽ നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ 15 നാഴികയും ചേർന്ന മേടക്കൂറുകാർക്ക് അവരുടെ ഒരു ചില 2 ഗ്രഹങ്ങളുടെ മാറ്റം വരുന്നതോടുകൂടി അവർക്ക് ചില പ്രതിബന്ധങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകേണ്ടതായിട്ടൊരവസ്ഥ വരും. അപ്പോൾ അത് ഞാൻ പുറകാലെ പറയാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇതൊരു പൊതുഫലമായിട്ട് മാത്രം കണ്ടുകൊണ്ട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്ന ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ജ്യോതിഷനെ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ കാരണം കുറച്ച് ആൾക്കാർക്ക് പ്രതിബന്ധങ്ങളിലൂടെ പോകും. വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ 2-ലാണെങ്കിൽ പോലും ദശാകാലമൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിബന്ധങ്ങളിലൂടെ പോകുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും പൊതുവിൽ ഒരു 50% മുകളിലുള്ള ആൾക്കാർക്ക് പൊതുവിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. മാർച്ച് മാസം ഇപ്പം ശനിമാറ്റം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടേക്കുക. ശനിമാറ്റം മാർച്ച് 29-ാം തീയതി ശനി മാറുന്നുണ്ട്. അപ്പോൾ ആ ശനിമാറ്റം നിങ്ങൾക്ക് 12-ലേക്കാണ് ശനി വരുന്നത്. 12-ൽ ശനി വരുന്നുണ്ട്. 12-ൽ രാഹു നിൽപ്പുണ്ട്. നിങ്ങളുടെ ചന്ദ്രരാശിയുടെ 12-ലാണ് രാഹു നിൽക്കുന്നത്. ശനിയും 12-ലേക്ക് വരുവാണ്. അപ്പോൾ ഈ 12-ാം ഭാവത്തിൽ വരുന്ന ശനിയെ നമുക്ക് 7 ശനിയുടെ തുടക്കമായിട്ടാണ് കാണുന്നത്. 7 ശനിയുടെ തുടക്കകാലമാണ്. 7 ശനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 7.5 വർഷക്കാലമാണ്. അതായത് 12-ൽ, ജന്മത്തിൽ 2-ൽ. അപ്പോൾ ഇപ്പോൾ ഈ ശനിമാറ്റം മാർച്ച് 29-ാം തീയതി ശനി മാറുമ്പോൾ നിങ്ങളുടെ ജന്മരാശിയുടെ 12-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ അത് 7 ശനിയുടെ തുടക്കമായിട്ട് വരും. അപ്പോൾ മാർച്ച് മാസത്തിന് ശേഷം താങ്കൾ അല്ലെങ്കിൽ കാണുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾ മറ്റു ചാനലുകളിൽ കാണുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതലും സൗഭാഗ്യങ്ങളായിരിക്കും പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, സൗഭാഗ്യങ്ങൾ പറഞ്ഞാലേ വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ. സൗഭാഗ്യങ്ങൾ മാത്രം, ലോട്ടറി ഭാഗ്യങ്ങൾ പറഞ്ഞെങ്കിലേ നിങ്ങൾ കയറി കാണുകയുള്ളൂ. എനിക്കറിയാം ഈ ഭാഗ്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നല്ല ഭാഗ്യങ്ങൾ ഇതൊക്കെ മാറി ഇന്ന സൗഭാഗ്യങ്ങൾ വരുന്നു പറഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ജന്മശനി വരുന്നു, കണ്ടകശനി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിനൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ കാണാറുള്ളൂ. എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആൾക്കാർക്ക് നെഗറ്റീവ് കേൾക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ടാണോ? നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മോശമായിട്ടുള്ള സമയം ആണ് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാത് മതസ്ഥരുടെ അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്ക് ശാന്തി വരും. അല്ലെങ്കിൽ ദോഷങ്ങൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്നതായിട്ടൊരവസ്ഥ നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചേ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ.
അപ്പം ഇപ്പോൾ ജ്യോതിഷന്മാരെല്ലാം യൂട്യൂബിലുള്ള ജ്യോതിഷന്മാരെല്ലാം സ്ലൈഡ്സായിട്ട് വളരെ കുറച്ചായിട്ട് ഈ ദോഷാനുഭവങ്ങൾ പറഞ്ഞ് പോകുകയുള്ളൂ. ഗുണങ്ങൾ അങ്ങോട്ട് തള്ളി കയറ്റിക്കൊണ്ട് ദോഷങ്ങൾ ഒരു മൈന്യൂട്ടായിട്ട് അവർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകരുത് ആ രീതിയിൽ പറഞ്ഞു പോകും. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കാര്യങ്ങൾ കൃത്യമായ ദോഷാനുഭവങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമ്മൾ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്താൽ അതിനുള്ള ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിൽ ദോഷങ്ങൾ മാറ്റിയെടുക്കുകയും ഗുണങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഉള്ള ചാനലുകൾ, അതായത് ഈ ശനി ദോഷം വരുന്നു അത് വരുന്നു അതൊക്കെ കാണണം. കണ്ടിട്ട് അതിനുള്ള എന്താണ് പരിഹാരങ്ങൾ എന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ. ക്ഷേത്ര പരിഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദേവാലയത്തിലെ വഴിപാടുകളോ ഒക്കെ ചെയ്ത് നിങ്ങളതിൻ്റെ ശാന്തി വരുത്തേണ്ടതാണ്. അപ്പോൾ നമുക്കിനി പറഞ്ഞു തുടങ്ങാം. മാർച്ച് അവസാനം ഏപ്രിൽ മാസത്തോടു കൂടി താങ്കൾക്ക് ഏഴര ശനികാലം തുടങ്ങുകയാണ്. 12-ലാണ് ശനി വരുന്നത് കേട്ടോ. ആ ശനി 12-ൽ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചൊരു അലച്ചിലും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അമിതമായ ടെൻഷന്, സ്ട്രെസ്സ് ഇത്യാദി കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. നമ്മൾ ജോലി മേഖലയിലാണ് അമിതമായിട്ടുള്ള ജോലി ഭാരങ്ങൾ ഒരുപക്ഷെ നമ്മളെ അലട്ടിയേക്കാം. അല്ലെങ്കിൽ നമ്മൾ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുഖേന നമുക്ക് പ്രതിബന്ധങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടിയേക്കാം. വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കിട്ടാക്കടങ്ങൾ അധികമായിട്ട് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ കുറേ അലയേണ്ടി വരും. അലച്ചില്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു 12-ലെ ശനി ചെയ്യുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ് 2.5 വർഷക്കാലം അതിനേക്കാൾ ഭീകരമായിരിക്കും അതിന് ശേഷമുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ലൈഡ്സായിട്ടുള്ള വളരെ കുറച്ചായിട്ടുള്ള ശനിയുടെ പ്രതിബന്ധങ്ങളെ നമ്മൾ അനുഭവിക്കാനായിട്ട് വരത്തുള്ളൂ. അത് എല്ലാവർക്കും ഒരുപോലെ വരത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജാതകത്തിലൊക്കെ അതിന് ശനിക്ക് ബലം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. അത് നിങ്ങൾ ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശനി സംബന്ധമായിട്ടുള്ള ഏഴര ശനിയുടെ തുടക്കം നിങ്ങൾക്ക് എത്രമാത്രം ദോഷകരമാണ് എന്ന് ആ ജ്യോതിഷം കൃത്യമായി താങ്കൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൃത്യമായി ആ ഒരു നമ്മുടെ ജാതകമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രഹനിലയോ ഒക്കെ നോക്കി ജനനസമയമൊക്കെ കൊടുത്ത് നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മാർച്ചിന് ശേഷം കുറച്ച് പ്രതിബന്ധങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും കേട്ടോ. എന്നാലും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രതിബന്ധങ്ങളായിരിക്കും. അതെങ്ങനെയൊക്കെ നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നമുക്ക് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ മെയ് മാസത്തിന് ശേഷം നിങ്ങൾ ആ വ്യാഴത്തിൻ്റെ മാറ്റം കൂടെ സംഭവിക്കുന്നുണ്ട്. വ്യാഴം നമുക്ക് 2-ൽ നിന്ന് 3-ലേക്ക് മറയും. 3-ാം ഭാവത്തിലേക്ക് വ്യാഴം പോകും. 3-ാം ഭാവത്തിൽ വ്യാഴം പോകും. അപ്പോൾ ഏഴര ശനിയും കൂടെ രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രതിബന്ധങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും കേട്ടോ. പ്രതിബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനിറങ്ങിത്തിരിഞ്ഞാലും തടസ്സങ്ങളുണ്ടാവും. ജീവിതത്തിൽ തടസ്സങ്ങൾ ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വരും. പിന്നെ കുടുംബത്തിലാണെങ്കിൽ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ ഒരു ബന്ധങ്ങൾക്കൊക്കെ ഉലച്ചിൽ വന്നേക്കാം, അല്ലെങ്കിൽ വിള്ളൽ വന്നേക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകും. ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ സമയങ്ങളിൽ കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സമയം നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് കുറേ നഷ്ടങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോകും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളിൽ നിന്ന് അമിതമായിട്ടുള്ള പൈസയൊക്കെ വാങ്ങുക, അത് തിരിച്ചു തരാതിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ച് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാനുള്ള ഇടയുണ്ട് ഈ മെയ് മാസത്തിന് ശേഷമാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് ആ ഒരു മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രതിബന്ധങ്ങളിലൂടെ ഏഴര ശനിയുടെ എഫക്റ്റും വ്യാഴത്തിൻ്റെ എഫക്റ്റും ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചെറിയ പ്രതിബന്ധങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും. കുടുംബ ദുരിതങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കടന്നു പോകും. നമുക്ക് ധനപരമായിട്ട് കുറേ നഷ്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയേക്കാം. അല്ലെ, കുടുംബജീവിതത്തിൽ കുറേ പ്രതിബന്ധങ്ങൾ നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടൊരവസ്ഥ വരും. എന്നാൽ അതൊക്കെ അതിന് ശേഷം അവസാന സമയമൊക്കെ ആകുമ്പം, അതായത് 2025 അവസാന കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് വിടുതലുണ്ടാവും. ഈ പോയ ധനങ്ങളിൽ നിന്ന് കുറച്ച് പൈസയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരിച്ച് നേടാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് 2025 അവസാന കാലത്ത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഇടയുണ്ട്. അപ്പോൾ അത് ആ ഒരു അവസാന കാലമാണ് നമുക്ക് പിന്നെ കുറച്ച് ഗുണമെങ്കിലും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ആദ്യ കാലങ്ങളും നമുക്ക് ഗുണപ്രദമാണ്. ഈ ഇടയ്ക്കുള്ള കുറേ സമയങ്ങൾ ഒരു 5-6-7 മാസങ്ങൾ അല്ല 5-6 മാസങ്ങൾ നമ്മൾ കുറച്ച് പ്രതിബന്ധങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും. അത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകണം. ഓരോ കാൽവയ്പ്പും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാനിത് പറഞ്ഞു തരാനുള്ള കാരണം, നമുക്ക് കുറേ നല്ലത് പറഞ്ഞ് വെറുതെ നിങ്ങളെ അതിനകത്ത് സുഖിപ്പിച്ചിട്ട് ഒരു ഗുണമില്ലാതെ വരുന്നതിനെക്കാളും നിങ്ങളുടെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകുന്നതായിട്ടൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് സന്താനങ്ങൾക്ക് പലവിധ ദുരിതാനുഭവങ്ങളുണ്ടാകും. ഈശ്വരാധീനം പൊതുവിൽ കുറയും. സൗഹൃദങ്ങൾക്കൊക്കെ വിള്ളൽ സംഭവിക്കും. അതായത് നമുക്ക് വളരെ നമ്മൾ സ്നേഹത്തോടെ നിന്നിരുന്ന പല ആൾക്കാരും നമ്മളിൽ നിന്ന്
അകന്നു പോകുന്നതായിട്ടൊരവസ്ഥയുണ്ട്. അതായത് നമ്മളൊന്നും ഒരു തെറ്റും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട, പക്ഷേ തെറ്റിദ്ധാരണയുടെ പുറത്ത് ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടായേക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ ശത്രുക്കളായി തീർന്നേക്കാം ഒരു മധ്യഭാഗത്ത് ആ ഒരു 3-4 മാസം. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകും. അതുപോലെ തന്നെ ഈ ലവ് ഒക്കെ, അതായത് പ്രേമബന്ധങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ ആദ്യകാലങ്ങളാണ് ഇപ്പോൾ, അതായത് മാർച്ച് വരെയുള്ള കാലങ്ങളിൽ വിവാഹ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ വരും. അപ്പോൾ വിവാഹ കാര്യമൊക്കെ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ മാർച്ചിന് മുമ്പായിട്ട് വിവാഹം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. മെയ് മാസത്തിന് ശേഷം കോടതി, പോലീസ് സ്റ്റേഷൻ മുതലായ ബന്ധങ്ങളിലൊക്കെ പെട്ട് നമ്മൾ കുറേയേറെ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കോടതി വ്യവഹാരങ്ങളിൽ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇത്യാദി കാര്യങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നതായിട്ടൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ പലവിധ അപവാദങ്ങളിലൊക്കെ ചെന്നുപെടും നമ്മൾ കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. അപവാദ കാര്യങ്ങളിലൊക്കെ ചെന്നുപെടാതെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഓരോ കാൽവയ്പും നടത്തണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇട വളരെയധികം കൂടുതലാണ്. അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ജോലിയിൽ വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ നമുക്ക് ജോലിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. കാരണം പിന്നെ ആഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ മാസങ്ങളുണ്ട്. പിന്നെ അവസാനം വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രതിബന്ധങ്ങളൊക്കെ കുറയും. കുറച്ച് ജീവിത സുഖാനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു മധ്യഭാഗത്തിന് ശേഷം, മെയ്ക്ക് ശേഷമുള്ള ഉണ്ടാകുന്ന ഒരു സമയം കുറച്ച് വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കടന്നു പോകേണ്ടതാണ്. അപ്പം ഈ പറയുന്ന പരിഹാരങ്ങളിലൂടെയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ ഞാനിപ്പം നിങ്ങളോട് ഈ നെഗറ്റീവൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇതെല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം നല്ല ദശാകാലം സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വ്യാഴദശ, അല്ലെ ബുധദശ, ശുക്രദശ, ഇതൊക്കെ എല്ലാം നല്ല ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ, ഇപ്പം വ്യാഴത്തിന് ബലമുണ്ട്, ശുക്രന് ബലമുണ്ട്, അല്ലെങ്കിൽ ബുധന് ബലമുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ ആ ഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു ദോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ദശാകാലമൊക്കെ കൃത്യമായി പരിശോധിക്കണം. ഇതൊരു പൊതുഫലമായിട്ട് മാത്രം കാണാവൂ. അങ്ങനെ ഇത് കേട്ടതുകൊണ്ട് പേടിക്കരുത്. ഏഴരശനിയും വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ വരുന്നതുകൊണ്ട് പൊതുവിൽ നമുക്ക് ദോഷങ്ങളായിട്ടേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാം ഗുണങ്ങൾ പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം മെയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കുറച്ച് സമയം നമ്മൾ ദോഷങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. ദോഷപരിഹാരങ്ങളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശനി മാറുന്നുണ്ടല്ലോ, മാർച്ചിന് ശേഷം നിങ്ങൾ ശനീശ്വരന് യഥാശക്തി വഴിപാട് നടത്തണം. അതായത് അയ്യപ്പ ക്ഷേത്രത്തിൽ, ശാസ്താ ക്ഷേത്രത്തിൽ ഒക്കെ നിങ്ങൾ യഥാശക്തി വഴിപാടുകൾ നടത്തണം. നിങ്ങൾക്ക് ശക്തിക്കൊത്ത വഴിപാട്. എല്ലാവരും ഒരേപോലെ നീലാഞ്ജനം കഴിക്കാനൊന്നുമുള്ള നമുക്ക് കാണത്തില്ല. നീലാഞ്ജനം കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ എത്ര 50 രൂപ, 60 രൂപ, 70 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ശക്തിക്കൊത്തുള്ള വഴിപാട് പോയി നമ്മളൊരു എണ്ണവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നീലാഞ്ജനം കഴിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഒരു നീലാഞ്ജനം കഴിക്കുക. നീലാഞ്ജനം, അർച്ചന മുതലായ വഴിപാടുകൾ ശനീശ്വരന് കഴിക്കുക. അത് ശനിയാഴ്ച ദിവസം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ശനിയാഴ്ച ദിവസം പോയി കുളിച്ചു കൊടുത്ത് ശനീശ്വരൻ, നീലാഞ്ജനം, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തണം. ശിവക്ഷേത്രത്തിന് ഞായറാഴ്ച ദിവസം പോയിട്ട് പിൻവിളക്ക്, ജലധാര, അർച്ചന മുതലായ വഴിപാടുകൾ നടത്തണം. പിന്നെ മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തുളസിമാല, അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തണം. ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടിയാണ്. വ്യാഴത്തിൻ്റെ മറവുണ്ടെങ്കിൽ നമുക്ക് പൊതുവിൽ എല്ലാ കാര്യത്തിനും ടൈറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു നീക്കുപോക്കിലാവില്ല, നമുക്ക് മുന്നോട്ട് പോകാനൊരു വഴിയേ കാണില്ല. അപ്പോൾ അതൊന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഈശ്വരാധീനം, പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വ്യാഴപ്രീതി ചെയ്യേണ്ടത്. പിന്നെ ദശാകാലം മനസ്സിലാക്കി, ഇപ്പോൾ ഏത് ദശാകാലമാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദശാനാഥന് അനുസൃതമായിട്ടുള്ള ദേവനോ ദേവിക്കോ യഥാശക്തി വഴിപാട് നടത്തണം. അപ്പോൾ ഏത് ദശാകാലമാണ് നിങ്ങളുടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ മാസാമാസം നടത്തണം. പിന്നെ അതുകൂടാതെ നമ്മുടെ ധർമ്മദൈവസ്ഥാനത്തും പോയി യഥാശക്തി വഴിപാടുകൾ നടത്തണം. ധർമ്മദൈവം എവിടെയാണെന്ന് മനസ്സിലാക്കി ഈ 2 മാസം കൂടിയിരിക്കുമ്പോൾ ധർമ്മദൈവസ്ഥാനത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ തടസ്സങ്ങൾ നീങ്ങും, മനപ്രയാസം കുറയും, നമുക്ക് വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും. അല്ലെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും, നമുക്കൊന്നിനും ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ധർമ്മദേവസ്ഥാനത്ത്, വിഷ്ണു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ ഒക്കെ തന്നെ നമ്മൾ ശനീശ്വരന് ഒക്കെ തന്നെ വഴിപാടുകൾ നടത്തുക. അതുപോലെ പിതൃപൂജ പിന്നെ കഴിക്കുക. പിതൃക്കൾക്കൊക്കെ നമുക്ക് വൈഷ്ണവ ക്ഷേത്രത്തിൽ പിതൃപൂജ നടത്തുന്നത് നല്ലതാണ് കേട്ടോ. അഖിലമായിട്ടുള്ള പിതൃസങ്കല്പത്തിൽ പിതൃപൂജ നടത്തണം. അതും വളരെ മെച്ചകരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വഴിപാടുകൾ ചെയ്യുക. മറ്റു മതസ്ഥർ അവരുടെ മത ആചാരാനുഷ്ഠാനം കണിസ്ഥമായിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ബലം നൽകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഈശ്വരൻ തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.